ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സുഹൈല. ഇന്ന് നാം പറയാൻ പോകുന്ന ഒരു പുതിയൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ സാധാരണ രീതിയിൽ ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് മൂലക്കുരു. ഒരുപാട് ആൾക്കാർ വളരെയധികം നാണത്തോടു കൂടി പറയുന്ന ഒരു കണ്ടീഷനാണ് മൂലക്കുരു അഥവാ പൈൽസ്, ഹെമറോയിഡ്സ് എന്നൊക്കെ പറയും. എന്താണ് ശരിക്കും മൂലക്കുരു എന്ന് പറയുന്നത്? നമ്മുടെ മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള രക്തക്കുഴൽ വീർത്ത് വന്നിട്ട് അതിന് ചുറ്റുമുള്ള മാംസത്തിനും കൂടെ ഇൻഫ്ലമേഷൻ വരുന്ന രീതിയിൽ ഈ രക്തക്കുഴൽ വീർത്ത് വരുന്ന ഒരു കണ്ടീഷനാണ് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഇത് ഉള്ളിലായിരിക്കാം അല്ലെങ്കിൽ പുറത്തായിരിക്കാം. മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള രക്തക്കുഴലുകൾക്കും ഏത് രീതിയിലും ഉള്ളിലുള്ളതിനാവാം പുറത്തുള്ളതിനാവാം സ്വെല്ലിങ് വന്നിട്ട് അവിടെ വീർത്ത് വരുന്നൊരു കണ്ടീഷനാണ് പൈൽസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലാണ് കാണുന്നത്. ഇൻറ്റേർണൽ പൈൽസ് ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസ് ഉണ്ട്. ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉൾവശത്തുള്ള രക്തക്കുഴലുകൾ വീർത്ത് വന്നിട്ട് ഒരു മുന്തിരിക്കുല പോലെ അവിടെ വീർത്ത് വന്ന് നിൽക്കും. ഇതിന് ബ്ലീഡിങ് മാത്രമാണ് ഉണ്ടാവുക, വേദന ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാവില്ല. ബ്ലീഡിങ് നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മുടെ മലം പോയി കഴിയുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പൈൽസ് ആണ്. എക്സ്റ്റേണൽ പൈൽസിന് മെയിനായിട്ടും ഇത് പുറത്തുള്ള രക്തക്കുഴൽ വീർത്ത് വന്നിട്ട് അതുപോലെ അതിൻ്റെ ചുറ്റും വരുന്ന മാംസത്തിനും കൂടെ ഇൻഫ്ലമേഷൻ വരുന്ന രീതിയിൽ വരുന്നതാണ് എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറയുന്നത്. നമ്മുടെ കോമൺ ആയിട്ടും കണ്ടുവരുന്ന നമ്മൾ മൂലക്കുരു എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ടീഷൻ എക്സ്റ്റേണൽ പൈൽസ് ആണ്. ഇതിന് നല്ല രീതിയിലുള്ള വേദന ഉണ്ടാകും, നല്ല ബുദ്ധിമുട്ടുണ്ടാകും, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, ചൊറിച്ചിലുണ്ടാകും, അതുപോലെ തന്നെ ബ്ലീഡിങ്ങും കാണാറുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പൈൽസ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ ബോഡിയിലും നമ്മുടെ വയറിലും അതുപോലെ നമ്മുടെ ആനസിൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ അങ്ങോട്ടേക്കും കൂടുതൽ പ്രഷർ വരുന്ന ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും അത് നമുക്കൊരു പൈൽസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കോമൺ ആയിട്ട് പറയുന്ന കണ്ടീഷൻസ് നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞ ലേഡീസിൽ കോമൺ ആയിട്ട് പൈൽസ് കാണാറുണ്ട്. അതുപോലെ വണ്ണം കൂടുതലുള്ളവരിൽ, ഒബീസിറ്റി ഉള്ളവരിൽ പൈൽസ് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരുപാട് സമയം പ്രൊലോങ്ഡ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്ന വ്യക്തികളിലും പൈൽസ് കാണാറുണ്ട്. പിന്നെ പറയുന്ന ഒരു റീസൺ, നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ന്യൂസ് പേപ്പറും ഫോണും എല്ലാം കൊണ്ട് ടോയ്ലറ്റിൽ പോകുന്ന വ്യക്തികൾ, അവരിൽ പൈൽസ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സമയം ടോയ്ലറ്റിൽ ചെലവഴിക്കുക, ഇങ്ങനെയുള്ളവരിൽ മൂലക്കുരു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ നമുക്ക് മലബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ മലം പോകാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രഷർ കൊടുത്തിട്ട് നമ്മൾ പുഷ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൈൽസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എപ്പോഴും ഒരു കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഒരുപാട് കാലം നമുക്ക് വയറിളക്കം, ഡയറിയ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളവരിൽ പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. തന്നെയാണ് നമ്മൾ അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, ഫൈബർ ഒട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണം, അമിതമായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരിൽ പൈൽസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞാലും മലം പോയി കഴിഞ്ഞാലും നമുക്കൊരു തൃപ്തി വരാത്തൊരവസ്ഥ, പോയി കഴിഞ്ഞിട്ടില്ല എന്നൊരു ഫീല്, നമുക്കൊരു തൃപ്തി വരില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ ആണ് മെയിനായിട്ടും ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന്. രണ്ടാമത്തത് ബ്ലീഡിങ് ആണ്. ചില ആൾക്കാരിൽ ബ്ലീഡിങ് ഉണ്ടാവും, ചില ആൾക്കാരിൽ ബ്ലീഡിങ് ഉണ്ടാവും. നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലീഡിങ് വരാം. അതേപോലെ വേദന, അത് എക്സ്റ്റേണൽ പൈൽസിലാണ് മെയിനായിട്ടും വേദന കാണുന്നത്. ഇൻറ്റേർണൽ പൈൽസ് ഉള്ളവരിൽ വേദന ഉണ്ടാവാറില്ല. ായിട്ട് പറയുന്ന ഒരു ലക്ഷണം, മലദ്വാരത്തിൻ്റെ ഭാഗങ്ങളിലായിട്ട് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുക. ഇതും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ്. പിന്നെ നമുക്ക് ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മുടെ ഡയറ്റിൽ നമ്മൾ കുറച്ച് ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ, അതേപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഒരുപാട് സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നിക്കഴിഞ്ഞാലും നമ്മളത് പിടിച്ചു വെക്കുന്നൊരു കണ്ടീഷൻ ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എപ്പോഴാണോ പോകാൻ തോന്നുന്നത് അപ്പോൾ പോകാം.
കോൺസ്റ്റിപ്പേഷൻ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ മദ്യപിക്കുന്നവരിലാണെങ്കിൽ ഡീഹൈഡ്രേഷൻ, വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും, അവരിൽ കോൺസ്റ്റിപ്പേഷൻ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്, അവരിലും പൈൽസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഭക്ഷണത്തിൽ നമ്മൾ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, പച്ചക്കറികൾ, നട്ട്സ്, പിന്നെ വെജിറ്റബിളൊക്കെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പം നമ്മൾ ജ്യൂസാക്കി കഴിക്കാതെ അത് അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. ഫൈബർ അങ്ങനെ കിട്ടുന്ന രീതിയിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ പറയുന്നത് പച്ചക്കറികളും ഇലക്കറികളും നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മുരിങ്ങയില, ചീരയില ഇതൊക്കെ നല്ല രീതിയിൽ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ബീൻസ്, ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കോളി, ക്യാപ്സിക്കം ഇതൊക്കെ നല്ല പൈസ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല രീതിയിലുള്ള പച്ചക്കറികളാണ്. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും ആപ്പിള്, പിന്നെ നെല്ലിക്ക, ടൊമാറ്റോ, മുന്തിരി ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചായ, കാപ്പി ഇതൊക്കെ കുടിക്കുന്നത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. കാരണം ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കോഫിയിലൊക്കെയുള്ള കഫീൻ ഒക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ തൈര്, മോര് ഇതൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ ചെറിയ മീനുകൾ കറി വെച്ച് കഴിക്കുക. നമ്മുടെ ഷെൽ ഫിഷുകളുണ്ട്, കണവ മീൻസ് കൂന്തൾ, അതുപോലെ ചെമ്മീൻ, ഞണ്ട്, പിന്നെ കല്ലുമ്മക്കായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ചെറിയ മീനുകൾ കറി വെച്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ചിക്കൻ കഴിക്കുമ്പോഴും ബ്രോയിലർ ചിക്കൻ വലിയ കുഴപ്പമില്ല, പക്ഷെ നാടൻ കോഴികൾ നമ്മൾ ഒഴിവാക്കുക. ചിക്കൻ കഴിക്കുമ്പോൾ അത് ഗ്രില്ല് ചെയ്തിട്ടും അതുപോലെ ഫ്രൈ ആക്കിയിട്ടും ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ കറി വെച്ച് കഴിക്കുക. ഒരുപാട് എരിവ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, കുരുമുളക് ഇങ്ങനെയുള്ള ഒരുപാട് സ്പൈസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നമ്മൾ തവിടുള്ള കുത്തരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ ഹോമിയോപ്പതിയിൽ പൈൽസിന് നല്ല ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ലഭ്യമാണ്. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ.